പ്രേതമെന്നാൽ മിക്കവർക്കും പേടിയാണ്. എന്നാൽ ചിലർക്കെങ്കിലും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ പോകണമെന്നാണ് ആഗ്രഹം കാണും. ചിലർ പ്രേതത്തെ വിശ്വാസമില്ലാത്തവരാകാം. മറ്റുള്ളവർക്ക് ആ പേടിയൊന്ന് അനുഭവിച്ചറിയാൻ ആഗ്രഹമുള്ളവരായിരിക്കും. പ്രേതബാധയ്ക്ക് പേരുകേട്ട ഇടങ്ങളിൽ പോകുന്നത് വളരെ വേറിട്ട അനുഭവം തന്നെയായിരിക്കും. തീർത്തും നിശബ്ദമായ സ്ഥലങ്ങളിൽ നിങ്ങളുടെ കാലടികളും ശ്വാസോച്ഛ്വാസവും മാത്രം കേട്ടുകൊണ്ട് ഒരു ദിവസം കഴിയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. കേരളത്തിലെ പ്രേതബാധയ്ക്ക് പേരുകേട്ട സ്ഥലങ്ങൾ ഇവയാണ്. ആദ്യത്തെ സ്ഥലമാണ് ലക്കിടി. വയനാട്ടിലേക്ക് ഏറ്റവും എളുപ്പവും എത്താനുള്ള വഴികളിൽ ഒന്നാണ് ലക്കിടി ചെക്ക് പോസ്റ്റ് വഴി. ഈ പ്രദേശം വളരെ സുന്ദരമാണ്. എന്നാൽ ഇവിടെ പ്രേതബാധയുണ്ടെന്നാണ് പ്രദേശവാസികളും ചില വിനോദസഞ്ചാരികളും പറയുന്നത്. പണ്ടിവിടെ ലക്കിടി പ്രദേശത്തെത്താൻ ബ്രിട്ടീഷുകാർ കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവിന്റെ സഹായം തേടിയിരുന്നു. എന്നാൽ തുടർന്ന് ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ കൊന്നുവെന്നാണ് കഥ. ഇപ്പോഴും ഒറ്റയ്ക്ക് എത്തുന്ന സഞ്ചാരികളും പ്രദേശവാസികളും കരിന്തണ്ടന്റെ പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിലവിളികൾ കേട്ടതായി പറയുന്നവരുമുണ്ട്. ബോണക്കാട് ബംഗ്ലാവ്. രണ്ടാമത്തെ സ്ഥലം ബോണക്കാട് ബംഗ്ലാവാണ്. കഥകൾക്കനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ പ്രേതബാധയുണ്ടെന്ന് ഏറ്റവും കൂടുതൽ പേർ വിശ്വസിക്കുന്ന സ്ഥലമാണ് ബോണക്കാട് ബംഗ്ലാവ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനടുത്താണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ പ്രദേശം ചായത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായിരുന്നു. ഒരു ദിവസം ബംഗ്ലാവിന്റെ ഉടമയുടെ മക്കൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. തുടർന്ന് ഉടമയും ഭാര്യയും ലണ്ടനിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഇപ്പോഴും ഇവിടെ നിന്ന് കുട്ടിയുടെ കരച്ചിലും നിലവിളികളും കേൾക്കാറുണ്ടെന്നാണ് കഥകൾ പ്രചരിക്കുന്നത്. ഇതിൽ സത്യമുണ്ടെന്ന് ആരും തെളിയിച്ചിട്ടില്ല. പക്ഷേ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് ബോണക്കാട് ബംഗ്ലാവ്. മൂന്നാമത്തേതാണ് തൃശൂർ കാടുകൾ. കേരളത്തിലെ ട്രക്കിങ്ങിനും മറ്റും പേരുകേട്ട സ്ഥലമാണ് തൃശൂരിലെ കാടുകൾ. എന്നാൽ ഇവിടെ പ്രേതബാധയുണ്ടെന്നാണ് അഭ്യൂഹങ്ങൾ. എന്നാൽ ഇതിന് പിന്നിലെ കഥ എന്താണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ആളുകൾ പറയുന്നത് ഇവിടെ എല്ലാ രാത്രികളിലും പ്രേതത്തെ കാണാറുണ്ടെന്നാണ്. ഒരു ചെറിയ ആൺകുട്ടി ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്നത് കാണാറുണ്ടെന്ന് പലരും പറയുന്നു. എന്നാൽ ഈ പ്രേതം അപകടകാരിയല്ലെന്നും പറയപ്പെടുന്നുണ്ട്. ഈ പ്രേതം രതികളിൽ മാത്രമാണ് കാണപ്പെടാറുള്ളത്. പ്രേതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിതത്തില് ഒരിക്കലെങ്കിലും ഈ കാടുകളൊന്ന് കണ്ടിരിക്കണം. സൂര്യവെളിച്ചം പോലും കിടക്കാത്ത ഇടതിങ്ങിയ കാടും കിളികളും മൃഗങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ സമൃദ്ധമാണ് ഈ പ്രദേശം. നാലാമത്തേതാണ് കാര്യവട്ടം ക്യാമ്പസ്. കേരളത്തിലെ പ്രേതബാധയുണ്ടെന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസ്. ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള ഹൈമവതി എന്ന കുളത്തിനടുത്ത് പ്രേതബാധയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിന് പിന്നിലെ കഥ എന്താണെന്ന് ആർക്കും അറിയില്ല. രണ്ടാളുടെ വലുപ്പമുള്ള പ്രേതം കുളത്തിനടുത്തുള്ള റോഡിൽ കൂടി നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. ഇതിന് പിന്നിലെ സത്യം എന്താണെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും പേടി കൂടിയ സ്ഥലങ്ങളും രഹസ്യ നിഗൂഢതകൾ അടങ്ങിയ സ്ഥലങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രേതശല്യങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഈ സ്ഥലങ്ങൾ ഒരിക്കലെങ്കിലും പോയി സന്ദർശിക്കാനാണ് ഞാൻ പറയുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.